നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ദേശീയ അധ്യാപക ദിനം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി. വിവിധ സ്ഥലങ്ങളിൽ അധ്യാപകരെ ആദരിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിൽ വിരമിച്ച ഹൈസ്കൂൾ പ്രധാനാധ്യാപകരുടെ വാർഷിക സംഗമം തൊടുപുഴയിൽ നടന്നു. മുഖ്യാതിഥിയായി ഡോക്ടർ ജോസ് ചാഴികാട്ട് പങ്കെടുത്തു. അധ്യാപക ദിന സന്ദേശം നൽകി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കീരമ്പാറയിൽ ഡ്രോൺ വഴിയുള്ള വിത്ത് വിതരണോത്സവം നാടിന് ആവേശമായി. വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് CP മാത്യൂസ് സമരം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാതല അധ്യാപക ദിനാഘോഷം ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്നു. തൊടുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് മാത്യു പ്ലാത്തറ മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാതല അധ്യാപക ദിനാഘോഷം ഡോക്ടർ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. തൊടുപുഴ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നന്മകളെ പരിപോഷിപ്പിക്കാനും തിന്മകളെ തിരുത്താനും നമുക്ക് കിട്ടുന്ന ഒരു വലിയ അസുലഭ ഭാഗ്യമാണ് ഒരു അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. നമുക്കെല്ലാവരെയും നന്നാക്കാനും മാറ്റാനും പറ്റിയില്ലെങ്കിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മളുടെ ഒരു നല്ല വാക്കോ ഒരു പ്രോത്സാഹനമോ ഒരു ചേർത്ത് പിടിക്കലോ ഒരു തലോടലോ ഒരു സ്നേഹസ്പർശമോ ഒക്കെ സഹായിക്കും. നമ്മളൊക്കെ അധ്യാപകരാണ്. നിങ്ങളൊക്കെ പ്രധാന അധ്യാപകരാണ്. അനേകം അധ്യാപകരുടെ മേൽനോട്ടം വഹിക്കുന്നവരും അതോടൊപ്പം തന്നെ അനേകം വിദ്യാർത്ഥികൾക്ക് വിവിധ മേഖലകളിൽ ഗൈഡൻസ് കൊടുക്കുന്നവരുമാണ്. ഈ മേൽനോട്ടം വഹിക്കുമ്പോഴും ഗൈഡൻസ് കൊടുക്കുമ്പോഴും ഒക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ 2-3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്വഭാവവും രീതി പ്രവർത്തനവും ഒക്കെ വ്യത്യസ്തമാണ്. നമുക്ക് ഒരാളെ മറ്റൊരാളെ പോലെ ആക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ മോൾഡ് ചെയ്യാനും സാധിക്കും. എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോയി മാത്യു പ്ലാത്തറ മുഖ്യപ്രഭാഷണം നടത്തി. DDE ഷാജി S, HM ഫോറം സെക്രട്ടറി ബിജോയ് മാത്യു, കയറ്റ് ജില്ലാ കോർഡിനേറ്റർ ഷാജിമോൻ KA, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയന്തി KS എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ VS പ്രവിത, സവിത KK, അമൃത M ഷാജി, അലീന ജോസ് എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലത്ത് അധ്യാപക ദിനാഘോഷവും അവാർഡ് ദാനവും നടത്തി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ദിനാഘോഷവും അവാർഡ് ദാനവും നഗരസഭാ ചെയർമാൻ KK ടോമി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അവാർഡ് ദാനം നടത്തി. കോതമംഗലത്ത് അധ്യാപക ദിനാഘോഷവും അവാർഡ് ദാനവും നടത്തി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ദിനാഘോഷവും അവാർഡ് ദാനവും നഗരസഭാ ചെയർമാൻ KK ടോമി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലത്തും ഓർമ്മയ്ക്ക് നിൽക്കാൻ പാകത്തിന് ജന്മദിനം ആഘോഷിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത് തീരുമാനിക്കുന്നതും അത് പിന്നെ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി പ്രഖ്യാപിച്ച് ഇന്ത്യയിലൊട്ടാകെ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ജീവചരിത്രങ്ങളൊന്നും ഞാനങ്ങനെ ഗഹനമായി പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഈ അധ്യാപക ദിനത്തിന് അദ്ദേഹം ശിഷ്യന്മാർ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം
നിങ്ങൾ കെട്ടിക്കിടക്കുന്ന ജലാശയം നിങ്ങൾ തുടർച്ചയായി ഒഴുകുന്ന ഒരു അരുവിയായി മാറണം അധ്യാപകരെന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. ആ ഒറ്റ വാചകത്തിൽ അധ്യാപകരുടെ മുഴുവൻ സന്ദേശവുമുണ്ട്. അധ്യാപകർ കൂടുതൽ പഠിക്കുകയും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അവാർഡ് ദാനം നടത്തി. കോതമംഗലം DEO ഗീത PC, കോതമംഗലം AEO സജീവ് KB, പെരുമ്പാവൂർ AE ബിജിമോൾ OK, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളായ TA അബൂബക്കർ, വിൻസെന്റ് ജോസഫ്, ജെയിംസ് K ജേക്കബ്, നൌഷാദ് KA, ഷെഫീഖ് P, ഹയർ സെക്കൻഡറി ഫോറം സെക്രട്ടറി ബിജു ജോസഫ്, ഹൈസ്കൂൾ ഫോറം സെക്രട്ടറി സിസ്റ്റർ റിനി മരിയ, സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ, PTA പ്രസിഡന്റ് സോണി മാത്യു പാമ്പയ്ക്കൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റോയി മാത്യു എഴുമാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ജു റോസ് തോമസ് കണ്ണു തുറക്കുക സോദരരെ, കാലമതങ്ങു കടന്നൂടാമിൻ കാലാവധിയും തീർന്നല്ലോ. കല്ലുകൾ പോലും അകന്നു വിള്ളൽ കാണാം ഡാമിൻ കീഴ്ത്തട്ടിൽ. കാലത്തുള്ളിലെ ഭീതിയൊതുക്കി കഠിനാധ്വാനം ചെയ്തേറെ കതിരോൻ മങ്ങി മറഞ്ഞിരുൾ വീണാൽ കയറും കൂരയിൽ ഭയമോടെ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA-യുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിന് സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകി. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA-യുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. വാഴത്തോപ്പ് കത്തീഡ്രൽ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ജോളി ജോൺ അധ്യക്ഷത വഹിച്ച യോഗം സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ ആത്മാർത്ഥമായ പ്രയത്നമാണ് പുതുതലമുറയ്ക്ക് കരുത്താകുന്നത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം പറഞ്ഞു. സ്കൂൾ HM അർച്ചന സ്റ്റാലിന്റെ നേതൃത്വത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അധ്യാപകരെ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച് റോയ് മനപ്പുറം, MK ദിലീപ്, ഫാദർ തോമസ് കുളമാക്കൽ, ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ, സിജോ ജോസ്, നിമ്മി ജയൻ, ജസ്റ്റിൽ ജോർജ്, സിനി സിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിൽ വിരമിച്ച ഹൈസ്കൂൾ പ്രധാന അധ്യാപകരുടെ വാർഷിക സംഗമം തൊടുപുഴയിൽ അധ്യാപക ദിനത്തിൽ നടന്നു. സംഘടനയുടെ പ്രസിഡന്റ് ജെയിംസ് നന്തളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യ അതിഥിയായി ഡോക്ടർ ജോസ് ചാഴികാട്ട് പങ്കെടുത്ത് അധ്യാപക ദിന സന്ദേശം നൽകി. സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ജെയിംസ് മാളിയേക്കൽ, സെക്രട്ടറി CJ ജോസ്, മുൻ സെക്രട്ടറി ബേബി ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിൽ വിരമിച്ച ഹൈസ്കൂൾ പ്രധാന അധ്യാപകരുടെ വാർഷിക സംഗമം തൊടുപുഴ TC ഓഡിറ്റോറിയത്തിൽ അധ്യാപക ദിനത്തിൽ നടന്നു. സംഘടനയുടെ പ്രസിഡന്റ് ജെയിംസ് നന്തളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യ അതിഥിയായി ഡോക്ടർ ജോസ് ചാഴികാട്ട് പങ്കെടുത്തു. അധ്യാപക ദിന സന്ദേശം നൽകി. ഞങ്ങളുടെ എനിക്കൊരു പ്രത്യേകത ഉള്ളത്, ഐ യൂസ്ഡ് ടു അഡ്മയർ മൈ ടീച്ചേഴ്സ്. എന്നോട് മൈ ഫാദർ യൂസ്ഡ് ടു ടെൽ us, നെക്സ്റ്റ് ഗോഡ് ആൻഡ് പേരൻസ് ടീച്ചേഴ്സ് ആർ ദി ഗൈഡ്സ്. അപ്പം അങ്ങനെ ഒരു 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 വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അധ്യാപകരെ ഞാൻ കണ്ടിരുന്നത്. സോറി, ഇരുന്നാന്ന് തോന്നുന്നു. അധ്യാപക ദിനത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ എല്ലാ ആശംസയും നേരുകയാണ്. പിന്നീട് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ യു ആർ മച്ച് സീനിയർ ഇൻ നോളജ് ആസ് വെൽ ആസ് ഇൻ എക്സ്പീരിയൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്താണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഞാൻ ആലോചിച്ചു, എന്താ നിങ്ങൾക്കൊരു അധ്യാപകർക്ക് എന്ത് മെസ്സേജ് കൊടുക്കണം. അത് യു ഷുഡ് ഗിവ് us to the public messages and your retired life. ഒരു എക്സ്പീരിയൻസ് ഓഫ് ടീച്ചിങ് സ്റ്റുഡൻസ്. എനിക്കൊരു രോഗിയെ കണ്ടിട്ട് ഞാൻ ഒരു രോഗിയായിട്ട് സമ്പാദിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കാളും അധികമായിട്ട്
നിങ്ങൾ യു ഷേപ്പ് ദി ഇന്റലക്ട് ഓഫ് ദി. സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ജെയിംസ് മാളിയേക്കൽ, സെക്രട്ടറി CJ ജോസ്, മുൻ സെക്രട്ടറി ബേബി ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ തലങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും 80 വയസ്സ് കഴിഞ്ഞവരെയും യോഗത്തിൽ പൊന്നാടയണിയിച്ചു ആദരിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികൾ ആയി ജോഷി മാത്യു പ്രസിഡന്റ്, ബിനോ KC സെക്രട്ടറി, സിസിലി കുര്യാക്കോസ് ട്രഷറർ എന്നിവർ ഉൾപ്പെട്ട 20 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 6 ഏരിയകളിൽ നിന്നായി 100 കണക്കിന് ഗസറ്റഡ് ഓഫീസർമാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിചേരുക, ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കേന്ദ്രങ്ങൾക്കെതിരെ പോരാടുക, മതനിരപേക്ഷ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ജനപക്ഷ സിവിൽ സർവീസിനായി മുന്നേറുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നുവരികയാണ്. മാർച്ച് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിക്കുമ്പോൾ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് CS ദിലീപ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. ദിലീപ് ഉദ്ഘാടനം ചെയ്തു. 9 പോയിന്റുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഏറ്റവും 9 മുൻഗണനാക്രമത്തിൽ ആദ്യം വരുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല, തൊഴിൽ മേഖല, അടിസ്ഥാന മേഖല ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ 2021 1,22,529 കോടി രൂപ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. ഈ വർഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 12,000 കോടി കുറവാണ്. 1,32,000 കോടി രൂപയേ ഉള്ളൂ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഇതാണ് സബ്സിഡി ഇല്ലാത്തിന് മാറ്റിവെച്ചത്. കാർഷിക മേഖലയിലെ GDP നമ്മൾ 4.76 44% ആൾക്കാരാണ് അതിൽ സേവനം അനുഷ്ഠിക്കുന്നത്, അത് ജോലി ചെയ്യുന്നത്. പക്ഷെ വരുമാനം 15%. എന്തുകൊണ്ടാണ് ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു നടപടി ചെയ്യാത്തത്? ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി CS മഹേഷ്, KGOA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM ഫിറോസ്, PK സതീഷ് കുമാർ, ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ CR മിനി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PS അബ്ദുൾ സമദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി PS വിശാഖ് നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 6 ഏരിയകളിൽ നിന്നായി 100 കണക്കിന് ഗസറ്റഡ് ഓഫീസർമാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കീരമ്പാറയിൽ ഡ്രോൺ വഴിയുള്ള വിത്ത് വിതരണ ഉത്സവം നാടിനാവേശമായി. പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്ക് ഡ്രോണുകൾ ഉയർന്നു പൊങ്ങി. മനുഷ്യപ്രയത്നമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്ത് വിതയ്ക്കാൻ ഉതകുന്ന കാർഷിക വിത ഉത്സവം കീരമ്പാറ ഊഞ്ഞാപ്പാറ മഞ്ഞയിൽ പാടശേഖരത്തിൽ നടന്നു. വിത്ത് വിതരണ ഉത്സവത്തിന്റെ ഉദ്ഘാടനം കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കീരമ്പാറയിൽ കർഷകർക്കൊപ്പം വയലിൽ നെൽവിത്ത് വിതയ്ക്കാൻ ഡ്രോൺ വഴിയുള്ള വിത്ത് വിത ഉത്സവം നാടിന് ആവേശമായി. ഞാറ് നടാൻ ഇനി ബംഗാളികൾ വേണ്ട. പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്ക് ഡ്രോണുകൾ ഉയർന്നു പൊങ്ങി. മനുഷ്യപ്രയത്നമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്ത് വിതയ്ക്കാൻ ഉതകുന്ന കാർഷിക വിത ഉത്സവം കീരമ്പാറ ഊഞ്ഞപ്പാറ മഞ്ഞയിൽ പാടശേഖരത്തിൽ നടന്നു. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം, കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, കീരമ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിത നടത്തിയത്. വിത്ത് വിത ഉത്സവത്തിന്റെ ഉദ്ഘാടനം കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കീഴിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ ഭാഗമായാണ് കീരമ്പാറയിൽ വിത്ത് വിതയ്ക്കായി കാർഷിക ഡ്രോണുകളുടെ പ്രദർശനവും പ്രവൃത്തി പരിശീലനവും സംഘടിപ്പിച്ചത്. ജില്ലയിൽ ആദ്യമായാണ് കീരമ്പാറയിൽ ഡ്രോൺ ഉപയോഗിച്ച് പാടശേഖരത്തിൽ വിത്ത് വിതച്ചത്. യോഗത്തിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ മുഖ്യാതിഥിയായി. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ആൻഡ് സയന്റിസ്റ്റ് ഡോക്ടർ
ഷിനോജ് സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാനി, റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, MMA കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ സിനി ബിജു, ജിജോ ആന്റണി, മഞ്ജു സാബു, ബേസിൽ ബേബി, സാൻഡി ബേബി, VC ചാക്കോ, ഗോപി മുട്ടത്ത്, ആശാമോൾ ജയപ്രകാശ്, ലിസി ജോസ്, VK വർഗീസ്, അൽഫോൺസ സാജു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ്, KVK സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പുഷ്പരാജ്, ബാങ്ക് സെക്രട്ടറി KC ജോർജ്, കോതമംഗലം MA ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ, കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ, കീരമ്പാറ MS LP സ്കൂൾ വിദ്യാർത്ഥികൾ, കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, വിവിധ സമിതി ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കർഷകർ, വിദ്യാർത്ഥികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KK ദാനി സ്വാഗതവും കൃഷി ഓഫീസർ ബോസ് മത്തായി നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗവും മികച്ച കർഷകനുമായ KK ദാനിയുടെ ഉടമസ്ഥതയിലുള്ള 7 ഏക്കർ വരുന്ന പാടശേഖരത്തിലാണ് ഡ്രോൺ വഴി വിത്ത് വിത നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ADGP MR അജിത് കുമാറും P ശശിയും പിണറായി വിജയന്റെ മാഫിയ ഏജന്റുമാരാണെന്ന് DCC പ്രസിഡന്റ് CP മാത്യു യൂത്ത് കോൺഗ്രസ് കട്ടപ്പന DYSP ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ADGP MR അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും പിണറായി വിജയന്റെ മാഫിയ ഏജന്റുമാരെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോട് മറയ്ക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ADGP-യെയും P ശശിയെയും ഇത്രമേൽ സമ്മർദ്ദമുണ്ടായിട്ടും സംരക്ഷിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ശിവശങ്കരനും സ്വപ്ന സുരേഷിനും സംരക്ഷണം തീർത്ത ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അതേ നയം തന്നെയാണ് ഈ കാര്യത്തിലും സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലോടുകൂടി പോലീസ് സേനയുടെ തലപ്പത്ത് അധോലോക സംഘം കൈയടക്കിയിരിക്കുന്നുവെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നുവെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. പണ്ട് ശിവശങ്കർ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഓർമ്മിക്കുന്നു. പീരുമേട് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസായ സന്ദർഭം, സ്വർണ്ണക്കേസുണ്ടായ സന്ദർഭം, പിണറായി വിജയന്റെ പുത്രിക്കെതിരെ മകളെ നിനക്ക് വേണ്ടിയാണ് ഈ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ പെരുമയുടെ മുകളിലേക്ക് കാൽനടയായി പോലീസുമായി ഏറ്റുമുട്ടിയ യൂത്ത് കോൺഗ്രസ് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് തന്നെ പറഞ്ഞ് ശിവശങ്കരനെ തള്ളിപ്പറഞ്ഞു. ശിവശങ്കർ കാലങ്ങളോളം ജയിലിൽ കിടന്നു. അവസാനം ശിവശങ്കർ പുറത്തിറങ്ങി അവനെ ഭീഷണിപ്പെടുത്തി, അവനെ കോംപ്രമൈസ്, അവനും അവരുടെ കൂടെ തന്നെയാണ്. അവനെ തരം താഴ്ത്തുന്നുണ്ട്. തരം താഴ്ത്തുന്ന കാലിന് മുട്ടിലാണ് കൊടുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ തരം താഴ്ത്തൽ അങ്ങനെയാണ്. അതുകൊണ്ട് അവൻ ജീവന് കൊതിയുള്ളതുകൊണ്ട് അവനെ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ സത്തതിലൊക്കെ ജീവിച്ചിരിക്കണം എന്നുള്ളതെങ്കിൽ ശിവശങ്കർ ഇപ്പോഴും ആ കൂടെ തന്നെ നിൽക്കുക. അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണത്തിന് മുൻപ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായ കൊലക്കേസിൽ പ്രതിയായ പണം മാത്രം ഉണ്ടാക്കണമെന്ന ചിന്താധാരയുള്ള MA യൂസഫ് അലി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല വ്യവസായികളിൽ പ്രമുഖരായ MA യൂസഫ് അലി കവടിയാറിൽ കെട്ടിടം പണിയുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ ഫ്ലാറ്റിന് സമീപത്താണ്. കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സമാനമായ MA യൂസഫ് കെട്ടിടത്തിനടുത്ത് അജിത് കുമാർ പണിയുന്ന മണിമന്ദിരം. നിങ്ങൾ അവർക്ക് പോയി കാവൽ നിൽക്കണം പോലീസുകാർ. ഞങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ബാരിക്കേഡ് വെച്ച് ഞങ്ങളെയല്ല തടയേണ്ടത് അജിത് കുമാറിനെയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി രാജിവെക്കുക, പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന DYSP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോബിൻ മാത്യു, അരുൺ പൂച്ചക്കുഴി, സോയിമോൻ സണ്ണി, ജില്ലാ ഭാരവാഹികളായ ബിബിൻ ഈട്ടിക്കൻ, ടോണി തോമസ്, ഷാരി ബിനു ശങ്കർ, ഷാനു ഷാഹുൽ, ഫൈസൽ TS, അസംബ്ലി പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിൽ, ആനന്ദ് തോമസ്, KSU സംസ്ഥാന ഭാരവാഹികളായ ജിതിൻ തോമസ്, ജോസ്കുട്ടി ജോസഫ്, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് KB സെൽവം, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ ബീന ടോമി, ജോയി ആനിത്തോട്ടം, AM സന്തോഷ്, ഷമേജ് K ജോർജ്, സജീവ് KS, അലൻ C മനോജ്, അഭിലാഷ് വാലുമേൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേരളം ഭരിക്കുന്നത് മാഫിയ സംഘമാണെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSSPU വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത്.
കേരളത്തിലെ സമസ്ത വിഭാഗങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘമാണ് കേരളം ഭരിക്കുന്നതെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. നാടിനു വേണ്ടി സേവനം ചെയ്ത് വിരമിച്ച പെൻഷൻകാരെ പോലും ദ്രോഹിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ രംഗത്തെ പരിഷ്കരണം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ അത് വരുത്തേണ്ടതാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും അത് പരിഷ്കരിക്കേണ്ടതാണ്. ഇപ്പോൾ പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി അതിൻ്റെ ഒരു പരിഷ്കരണ പരിപാടിയുമായി ഗവൺമെൻറ് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പെൻഷൻകാർക്ക് കൊടുക്കുവാനുള്ള കുടിശ്ശിക കൊടുക്കുവാൻ ഗവൺമെൻറ് അതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ്. അത് ഗവൺമെൻറ് കൊടുക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആളുകളുടെ ജീവിതത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവാനന്ദം പരിപാടി എന്നുള്ള നിലയിൽ ആളുകൾക്ക് അതൊക്കെ ജീവനക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും പ്രാപ്യമല്ലാത്ത നിലയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന പദ്ധതികൾ ഗവൺമെന്റ് ഉപേക്ഷിക്കണം. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക. ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക. മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക. ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് KSSPI ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും സത്യാഗ്രഹ സമരവും കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ സംഘടിപ്പിച്ചത്. സത്യാഗ്രഹ സമരത്തിൽ KSSPU ജില്ലാ പ്രസിഡന്റ് PK ഷാജി അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ, നേതാക്കളായ കിങ്ങിണി ടീച്ചർ, സണ്ണി മാത്യു, YC സ്റ്റീഫൻ, MU കുര്യൻ, KR ഉണ്ണികൃഷ്ണൻ, AD ചാക്കോ, റോയ് ജോർജ്, റോയ് സെബാസ്റ്റ്യൻ, G രാജാത്തനം, VA ജോസഫ്, ജോസ് വെട്ടിക്കാല എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ഇവിടെ അത്യുൽപാദന ശേഷിയുള്ള 50,000-ഓളം ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഇവിടെ കൊടുക്കുന്നത്. മുളക്, തക്കാളി, വഴുതന ഡേഡിയെ സൂചിപ്പിച്ചതുപോലെ നല്ല പ്രതിരോധ ശേഷിയുള്ള തൈകൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. നമുക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളെയും പഴവർഗ്ഗങ്ങളെയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നിരവധി ഇനങ്ങൾ തൈകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒട്ടേറെ തൈകൾ കൊടുക്കാനുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി 10 പഞ്ചായത്തിലെയും കൃഷിഭവൻ വഴി 50,000 അത്യുൽപാദന ശേഷിയുള്ള മുളക്, തക്കാളി, വഴുതന എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകളാണ് വിതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കക്കര, ജെയിംസ് കോറമ്പേൽ, സാലി ഐപ്പ്, അംഗങ്ങളായ നിസമോൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, കൃഷി ഓഫീസർമാരായ മനോജ് EM, ജിജി ജോബ്, സൗമ്യ സണ്ണി KS, ഷൈല CM, ഗ്രീഷ്മ S തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ 2025 എന്ന പേരിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മിഷൻ 2025 എന്ന പേരിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പ് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. വരുവാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതാപം വീണ്ടെടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം വീണ്ടെടുക്കുക, പ്രാദേശിക തലത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം കോൺഗ്രസിന്റെ പ്രാദേശിക ശക്തി വെളിപ്പെടുത്തി തുടർ ഭരണം ലഭിച്ചതിലൂടെ അധികാരത്തിലെത്തിയ LDF സർക്കാരിന്റെ 10 വർഷക്കാലത്തോടടുക്കുന്ന ദുർഭരണത്തിന് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് AICC
പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം ഓരോ ജില്ലകൾ തോറും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മിഷൻ 2025 എന്ന പേരിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുറുമാക്കൽ അധ്യക്ഷനായിരുന്നു. വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ സ്വാഗതം ആശംസിച്ച മിഷൻ 2025 എക്സിക്യൂട്ടീവ് ക്യാമ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ വോട്ടർ പട്ടികയിൽ ആരൊക്കെ ഉണ്ട് എന്ന കാര്യം പഠിച്ചിട്ടേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഇനി ആരെ വോട്ടർ പട്ടികയിൽ ചേർക്കാനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. ഇതെല്ലാം വളരെ മുൻകൂട്ടി നടപ്പാക്കണം. നമ്മൾ എത്രയോ വർഷക്കാലത്തെ പാർട്ടി പ്രവർത്തന പരിധികളാണ്. നമ്മളെ ആരുടെയെങ്കിലും വോട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ 1.5 വർഷം മുമ്പ് ഒരു മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചാൽ ഒരു ഓർമ്മയുണ്ടോ? ഇല്ലെന്നാണ് വിശ്വാസം. എൻ്റെ ഓർമ്മയില്ല. ഞാൻ 1980 തുടർച്ചയായി വിവിധ തലങ്ങളിൽ പാർട്ടിപരമായി എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഓർമ്മ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മുമ്പ് ഒരു മുന്നൊരുക്കം ആരംഭിച്ച തെരഞ്ഞെടുപ്പ് ഉണ്ടായി. തുടർന്ന് കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ട് വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ മുതൽ മണ്ഡലം കമ്മിറ്റികൾ വരെ നടത്തേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായുള്ള വിശദീകരണങ്ങൾ നടത്തി. ഇതിനുശേഷം കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CP മാത്യു വരുവാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ജില്ലാ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഈ സംസ്ഥാനത്ത് ആദ്യമായി ക്യാമ്പ് നടത്തിയത് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. അതിനുശേഷം നമ്മൾ 5 നിയോജക മണ്ഡലത്തിലെ ക്യാമ്പുകൾ വെച്ചു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവ്. ഇപ്പോൾ അടിയന്തരമായി നമ്മൾ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണത്തിലേക്ക് പോവുകയാണ്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുമ്പോൾ ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളാണ് അടുത്ത പ്രാവശ്യമായി മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ തരുന്ന നിർദ്ദേശമാണ് സ്ഥാനാർത്ഥി. പക്ഷേ സ്ഥാനാർത്ഥിയെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ നല്ല മുഖമുള്ളവരായിരിക്കണം, അവിടുത്തെ കമ്മ്യൂണൽ ബാലൻസ് ശ്രദ്ധിക്കണം, പ്രദേശത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആളുകളുടെ ഇടപെടൽ ശ്രദ്ധിക്കണം. നല്ല ആളുകളോട് നന്നായി ഇടപെടുന്നവരെ സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്താൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ പ്രതിജ്ഞാബദ്ധമാണ്. അതങ്ങനെ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തിൽ വളരെ അഡ്വാൻസായി 16 മാസത്തിൽ മുമ്പ് പറയുകയാണ്. നമ്മൾ അത് ഇത് വാർഡ് കമ്മിറ്റിയുടെ രൂപീകരണം കഴിഞ്ഞാൽ അതിനെ സൂചിപ്പിച്ചു CUC നമ്മൾ അതുപോലെ തന്നെ മണ്ഡലത്തെ ക്യാമ്പുകൾ കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ താഴെത്തട്ടിൽ 10, 15, 20 വീടുകൾക്ക് ഒരു യൂണിറ്റ് എടുത്തുകൊണ്ട് പ്രവർത്തനം ഉഷാറാക്കാൻ തീരുമാനിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനടുത്ത്, PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, ശാന്തി രമേശ്, ഷാജഹാൻ മഠത്തിൽ, INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, ജില്ലാ സെക്രട്ടറി BG ദിലീപ്, നേതാക്കളായ M ഉദയസൂര്യൻ, PT വർഗീസ്, TM ഉമ്മർ, BC ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശാരി ബിനിശങ്കർ, ടോണി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിച്ചു. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കോതമംഗലം നഗരസഭ ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നിർവഹണത്തിൽ കേരളത്തിലും ജില്ലയിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയാണെന്നും വഴിവിളക്കുകളിലെ ടെൻഡർ അട്ടിമറിച്ച് നഗരത്തെ ഇരുട്ടിലാക്കിയെന്നും ആരോപിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. PR അജി അധ്യക്ഷത വഹിച്ചു. LDF ഭരിക്കുന്ന കോതമംഗലം നഗരസഭയുടെ ഭരണസ്തംഭനത്തിനും കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ കമ്മിറ്റി VD സതീശന്റെ നേതൃത്വത്തിൽ 5 കൊല്ലം മുമ്പ് വന്നു. അന്നത്തെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട അന്നത്തെ ചെയർമാൻ KP ബാബുചേട്ടനോടുണ്ട്. ബീക്കോളി എന്ന് പറയുന്ന മലത്തിന്റെ അംശം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പുഴയാണ്, തോടാണ് ഈ കുരുത്തോട്. കോതമംഗലത്തിന്റെ പ്രിയപ്പെട്ടവരെ ജലസ്രോതസ്സാണ് കുരുത്തോട്. ആ കുരുത്തോട് മലിനപ്പെടുന്നു. അതിൽ നിരവധി പദ്ധതികൾ 30 ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിച്ചതിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ അത് നടപ്പാക്കാൻ പരാജയപ്പെട്ട ഒരു മുനിസിപ്പൽ ഭരണം ഇനി 1 വർഷമേ ഉള്ളൂ. ഇങ്ങനെ ഇത് ചെയ്യാനാണ് അടുത്ത ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഓർഡർ സിസ്റ്റം തയ്യാറാക്കണം, വാർഡ് ഡീലിമിറ്റേഷൻ നടത്തണം, മുന്നോട്ട് പോകും.
പദ്ധതി നിർവഹണത്തിൽ കേരളത്തിലും ജില്ലയിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയാണെന്നും വഴിവിളക്കുകളിലെ ടെൻഡർ അട്ടിമറിച്ച് നഗരത്തെ ഇരുട്ടിലാക്കിയെന്നും UDF ഭരണകാലത്ത് തുടങ്ങിവെച്ച ക്രിമിറ്റോറിയം, ടൗൺ ഹാൾ, സ്ലോട്ടർ ഹൗസ്, മാർക്കറ്റിംഗ് കോംപ്ലക്സ് തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഷീ ടോയ്ലറ്റും മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള പദ്ധതികൾ കാര്യക്ഷമമാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നും ആരോപിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. PR അജി അധ്യക്ഷത വഹിച്ചു. KP ബാബു, PP ഉതുപ്പാൻ, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, എബി എബ്രഹാം, അഡ്വക്കേറ്റ് സിജു എബ്രഹാം, MS എൽദോസ്, പ്രിൻസ് വർക്കി, അനൂപ് ഇട്ടൻ, സണ്ണി വർഗീസ്, ജോർജ് വർഗീസ്, PC ജോർജ്, എൽദോസ് കീച്ചേരി, അനൂപ് ജോർജ്, സൈജൻ ചാക്കോ, നോബിൾ ജോസഫ്, MV റെജി, സത്താർ വട്ടക്കുടി, സീതി മുഹമ്മദ്, അലി പടിഞ്ഞാറച്ചാലി, സുരേഷ് ആലപ്പാട്ട്, ഷിബു കുര്യാക്കോസ്, ജെയിംസ് കോറമ്പേൽ, സലീം മംഗലപ്പാറ, ഭാനുമതി രാജു, വിനോദ് മേനോൻ, ശശി കുഞ്ഞുമോൻ, ബേബി സേവ്യർ, CB ജോസ്, അലിക്കുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നാഷണൽ ആയുഷ് മിഷൻ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജനങ്ങൾക്കായി ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ KM, ഡോക്ടർ ഷഹനാസ് PM എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ലക്ഷ്യമിട്ട് നാഷണൽ ആയുഷ് മിഷൻ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി വയോജനങ്ങൾക്കായി സൗജന്യ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ KM, ഡോക്ടർ ഷഹനാസ് PM എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം, ഷോൾഡർ സ്ട്രൈറ്റ് ആയിരിക്കണം, തല നേരെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ എന്നെ ചെയ്യണം, ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലോട്ട് വെക്കണം, ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വെക്കണം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്നാമത്തെ കാര്യമാണ് ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ പതുക്കെ താഴോട്ട്. അങ്ങനെ വീട്ടിലെല്ലാവരും 10 പ്രാവശ്യം ചെയ്യണം. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അത് കഴിഞ്ഞ് നേരെ നിൽക്കുന്നു, ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ സൈഡിലോട്ട്, അതായത് സൈഡിലോട്ട് ടെസ്റ്റ് ചെയ്യുന്നു, നേരെ വരുന്നു, ശ്വാസം വിട്ട് സൈഡിലോട്ട് പോകുന്നു, നേരെ വരുന്നു. മനസ്സിലായോ? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നിപ്പോൾ നമുക്കിവിടെ ഈ മരുന്ന് വിതരണം ചെയ്യുകയും അതോടൊപ്പം മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട് പരിശോധന ഉണ്ട്. അപ്പോൾ അതിനെല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് സഹകരിച്ച് ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഈ കാര്യകർമ്മങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഇനിയും ഒരുപാട് ആളുകൾ എത്തിച്ചേരാനുണ്ട്. അവരും ഇതിലേക്ക് നല്ല രീതിയിൽ വന്ന് സഹകരിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ ഈ ഹോമിയോ ഇവിടെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെ നേതൃത്വത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ യോഗ ക്ലബിന്റെ ഉദ്ഘാടനം യോഗ ഇൻസ്ട്രക്ടർ ഷൈമോൾ ജോർജ് നിർവഹിച്ചു. വാർഡ് മെമ്പർ സുബൈദ സുബൈർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ ഇസബെല്ല ജോഷി, അബ്ദുൽ ഖാദർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ഷഹനാസ് PM നന്ദി പറഞ്ഞു. ജനറൽ മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യ സ്ക്രീനിംഗ്, സൗജന്യ രക്തപരിശോധന, ബോധവൽക്കരണ ക്ലാസ്, യോഗ പരിശീലനം, മെഡിക്കൽ കിറ്റ് വിതരണം എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ അധ്യാപക ദിനം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി. വിവിധ സ്ഥലങ്ങളിൽ അധ്യാപകരെ ആദരിച്ചു. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും വിവിധ കാലഘട്ടങ്ങളിൽ വിരമിച്ച ഹൈസ്കൂൾ പ്രധാനാധ്യാപകരുടെ വാർഷിക സംഗമം തൊടുപുഴയിൽ നടന്നു. മുഖ്യാതിഥിയായി ഡോക്ടർ ജോസ് ചാഴികാട്ട് പങ്കെടുത്തു. അധ്യാപക ദിന സന്ദേശം നൽകി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഗസറ്റഡ് ഓഫീസർമാരുടെ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കീരമ്പാറയിൽ ഡ്രോൺ വഴിയുള്ള വിത്ത് വിതരണോത്സവം നാടിന് ആവേശമായി. വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് CP മാത്യൂസ് സമരം ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.